യേശുവിനെ പത്രോസ് കണ്ടിട്ട് പടകിൽ നിന്ന് അവൻ ഇറങ്ങി. എന്തുകൊണ്ട് ഇറങ്ങിയെന്നറിയാമോ? യേശു പറഞ്ഞു വരിക. യേശുവിന്റെ വാക്കിന്റെ പുറത്ത് അവൻ വെള്ളത്തിലല്ല, അവന്റെ മനോഭാവത്തിൽ അവൻ കാലെടുത്ത് വെച്ചത്. വെള്ളത്തിൽ മാനുഷികമായി കാലെടുത്ത് വെച്ചെങ്കിലും യേശു പറഞ്ഞു വരിക. വാക്കിന്റെ പുറത്ത് അവൻ കാലെടുത്ത് വെച്ചു. ദൈവത്തിന്റെ വചനത്തിന്റെ പുറത്ത് പ്രതിസന്ധിയുടെ നടുവിൽ നീ കാലെടുത്ത് വെക്കുമ്പോൾ ഒരു ദൂത് പറയാറുണ്ട്. ആരെല്ലാം നിന്നെ നിന്ദിച്ചാലും ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും വചനത്തിന്റെ പുറത്ത് നീ കാലെടുത്ത് വെച്ചാൽ ആഴത്തിനോ ഓളത്തിനോ ഉയരത്തിനോ ഒരു ശക്തിക്കോ നിന്നെ തൊടാൻ കഴിയത്തില്ല. പുറകിൽ 11 പേര് പറഞ്ഞു കാണും നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ. അത് പോകരുത്, ഭൂതമാ, നിന്നെ ഒതുക്കി കളയുവാൻ, നിന്നെ മൂലം ഇരുത്തുവാൻ. ഇന്ന് പകൽ പറയട്ടെ, ആ പത്രോസിന് മാത്രമേ വെള്ളത്തിലൂടെ നടക്കുവാൻ അൽമനാമനോട് പദവി കിട്ടിയല്ലോ. പുറകിൽ പിടിച്ചു വലിക്കുന്നതിനെ കണ്ടല്ലത് നീ കണ്ടത്. നിന്റെ മുന്നിൽ ഒരുവനുണ്ട്. അതത്ര നിന്റെ ശക്തി, അതത്ര നിന്റെ ഭയം. അതൊരു പാസ്റ്ററല്ല, അതൊരു സംഘടനയല്ല, അതൊരു നേതാവല്ല. ഞാൻ ആരാധിക്കുന്ന, ഞാൻ കണ്ടുമുട്ടിയ ആ നല്ല കർത്താവ്, ആ വചനം. ഒരു വശത്തിൽ പുറകിലുള്ള ശബ്ദത്തിന്റെ മുന്നിൽ മനുഷ്യനല്ലയോ പലതും പറഞ്ഞ് തിരിയ. പത്രോസ് ഒന്ന് തിരിഞ്ഞതായിരിക്കാം. ആ സമയത്ത് അവൻ മുങ്ങാൻ തുടങ്ങി. ഇന്ന് പകൽ മുങ്ങാൻ തുടങ്ങിയാലും, നീ അവിശ്വസ്തനായാലും, നീ പുറകോട്ട് പോയാലും, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് ദൂത് വിളിച്ചു പറയുന്നു. പറഞ്ഞവൻ ആരാണോ, വിളിച്ചവൻ ആരാണോ, നിന്റെ കൈക്ക് പിടിക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകം കൊണ്ട് കരമടിച്ച് ഇന്ന് പകൽ ദൂതെടുക്കാം. പുറകോട്ട് പോകരുത്. മുന്നിൽ കാണാൻ പോയാലോ പുറകോട്ട് പോയാലോ ഇത് നാഥൻ പറഞ്ഞെങ്കിൽ നിന്നെ കരത്തിൽ പിടിക്കാൻ ഒരുവൻ